ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതിനകത്ത് വളരെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് പലരും 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മാർക്കിനൊക്കെയാണ് ഫെയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്സാപ്പിലും യൂട്യൂബ് വീഡിയോകളുടെ താഴെയായിട്ട് കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്നലെ നിങ്ങളുടെ സ്കൂളുകളിലോട്ട് വന്ന ഒരു സർക്കുലറാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത കാര്യം പറഞ്ഞു. പിന്നീട് അതിനകത്ത് പുനർമൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. റീവാലുവേഷൻ 500 രൂപയാണ് അതിന് ഫീസ് ഉള്ളത്. പിന്നെ സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് അതിനകത്ത് സ്ക്രൂട്ടിനി എന്നാണ് പറയുക. അതിനകത്ത് എവിടെയെങ്കിലും ക്വസ്റ്റ്യന് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മൊത്തത്തിൽ കൂട്ടി നോക്കിയപ്പം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അത് 100 രൂപയാണ്. പിന്നെ മൂന്നാമത് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മുഖേന അടുത്ത ചൊവ്വാഴ്ചക്കകം എന്ന് പറഞ്ഞാൽ 22/7/2025 അപേക്ഷ നിങ്ങൾ എന്ത് ചെയ്യണം, സമർപ്പിക്കണം. മൂന്നാമത്തെ പാരഗ്രാഫ് വളരെ ശ്രദ്ധിക്കുക. അതിനകത്ത് സയൻസ് സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇത് മൂന്നിനും ഇരട്ട മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ 2 തവണ അത് ഡബിൾ വാല്യൂഷൻ 2 തവണ ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അത് ചെക്ക് ചെയ്യിപ്പിക്കുന്നതിനുള്ള അവസരമില്ല. റീവാല്യൂഷൻ അത് കൊടുക്കാൻ പറ്റില്ല. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതല്ലാത്തതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാല്യൂഷൻ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്കും ഇത് മൂന്നിനും പറ്റൂല. ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് പറ്റൂല, മറ്റ് സബ്ജക്റ്റുകൾക്ക് പറ്റും. എന്നാൽ ഈ 3 സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്ത് നോക്കാം ഉത്തരക്കടലാസുകളുടെ. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനകത്ത് പറഞ്ഞു, അത് ഡബിൾ വാല്യുവേഷൻ ചെയ്തിട്ട് 2 തവണ ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് മാർക്ക് കൂടുവാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അതിനകത്ത് നമുക്ക് മുന്നിൽ വേറെ സാധ്യതകളൊന്നുമില്ല. ആകെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഫോട്ടോ കോപ്പി എടുത്ത് നോക്കുവാനുള്ള സാധ്യതയാണ് നമുക്ക് അതിനകത്ത് അതേ ഓപ്ഷനുള്ളൂ. അപ്പൊ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് നോക്കുക, എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയത്, എന്താണ് അതിനകത്ത് പ്രശ്നം എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയാൻ സാധിക്കും. അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾക്കത് അവരെ മുന്നിൽ എത്തിക്കാനും സാധിക്കും. അപ്പം അതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള ഈ 3 സബ്ജക്റ്റുകൾക്ക് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ലക്ഷദ്വീപ്, ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പിന്നീട് പ്രിൻസിപ്പൽ, രണ്ടാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇതിനകത്ത് അതെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നീട് മൂന്നാമത്തെ ഇവിടെ ലാസ്റ്റ് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും യാതൊരു കാരണവശാലും നിങ്ങളുടെ അപേക്ഷ നേരിട്ട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് നിങ്ങളെ നേരിട്ട് അപേക്ഷ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ പ്രിൻസിപ്പൽ മുഖേന തന്നെ പ്രിൻസിപ്പൽ അതെന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് അതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളിപ്പം പുനർമൂല്യനിർണ്ണയം, അതായത് റീവാലുവേഷനോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി +2 ആണ് നിങ്ങളുടെ മുന്നിൽ. അത് അടുത്ത പബ്ലിക് എക്സാമിന്റെ സമയത്ത് മാർച്ചിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. +1 എഴുതാം, അല്ലെങ്കിൽ +2 എഴുതാം, അല്ലെങ്കിൽ 2 കൂടി നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ എഴുതാം. അത് നിങ്ങളുടെ മാർക്ക് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. അപ്പം അതിനകത്ത് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ ക്ലാസ്സിൽ ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. കാരണം നമ്മളെ അതിനകത്ത് സ്റ്റുഡൻസിന് നിങ്ങൾ ആ രീതിയിലാണ് നമ്മൾ അതിനകത്ത് ക്ലാസ്സുകൾ നൽകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ രീതിയിലുള്ള റിസൾട്ടുകളും നമുക്ക് വന്നിട്ടുള്ളത്. റിസൾട്ടുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോകൾ ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക, 7736707045. അപ്പൊ അതിനകത്ത് നമ്മൾ ഉടനെ തന്നെ ബാച്ചസ് സ്റ്റാർട്ടാക്കും. അപ്പൊ അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ തളർന്നു പോകരുത്. മുന്നോട്ട് വീണ്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പാസ്സാകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾ അതിനകത്ത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. അപ്പം അതൊക്കെയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.